ഹായ് ഫ്രണ്ട്സ്, ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വീനയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ക്ലാസിക്കൽ മ്യൂസിക് വായുവിൽ അലിഞ്ഞു ചേർന്ന ഒരു നഗരമാണിത്. പ്രാചീനതയും ആധുനികതയും ഇടകലർന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ നഗരത്തിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നഗരഹൃദയത്തിലുള്ള സെന്റ് സ്റ്റീഫൻ കത്തീഡ്രലിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 5 മില്യണിലധികം സന്ദർശകരാണ് വർഷം തോറും ഇവിടെ വന്നു പോകുന്നത്. ഈ സ്ഥലത്ത് ഒരു പള്ളി സ്ഥാപിക്കപ്പെടുന്നത് 1137-ലാണ്. എന്നാൽ 1359-ൽ ഡൂക്ക് റഡോൾഫ് നാലാമന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ കാണുന്ന തരത്തിലുള്ള സ്ട്രക്ചർ പണിയാൻ തുടങ്ങിയത്. പ്രധാനമായും 2 ടവറുകളാണ് ഈ പള്ളിക്കുള്ളത്, നോർത്ത് ടവറും സൗത്ത് ടവറും. 1433-ൽ സൗത്ത് ടവറിന്റെ പണി പൂർത്തിയാക്കി. 136.4 മീറ്റർ ഉയരമുള്ള ഈ ടവർ ഒരു കാലത്ത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ടവറായിരുന്നു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം നോർത്ത് ടവറിന്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സൗത്ത് ടവറിന്റെ അതേ ഉയരത്തിൽ തന്നെയാണ് പണിയാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നെങ്കിലും 68 മീറ്റർ കഴിഞ്ഞപ്പോൾ പണി നിർത്തിവെച്ചു. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ നിർമ്മാണത്തിലെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി റിനൈസൻസ് സ്റ്റൈലിലുള്ള ഒരു മേൽക്കൂര സ്ഥാപിച്ച് പള്ളിയുടെ പണി പൂർത്തിയാക്കി. ഞങ്ങൾ അങ്ങനെ പള്ളിയുടെ ഉള്ളിലേക്ക് നടന്നു കയറി. ഇതൊരു റോമൻ കാത്തലിക് ചർച്ചാണ്. വീനയിലെ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാന കേന്ദ്രം കൂടിയാണിത്. പാശ്ചാത്യ ശാസ്ത്രീയ സംഗീത ലോകത്തെ അത്ഭുത പ്രതിഭയായിരുന്ന മൊസാർട്ടിന്റെ വിവാഹം 1782-ൽ നടന്നത് ഈ പള്ളിയിൽ വെച്ചാണ്. 1791-ൽ അദ്ദേഹത്തിന്റെ ഫ്യൂണറിനും ഈ ചർച്ച സാക്ഷിയായി. 2-ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ 1945-ൽ ഈ പള്ളി പീരങ്കി ഉപയോഗിച്ച് നശിപ്പിക്കാൻ ജർമ്മൻ നാസി പട്ടാളം തീരുമാനിച്ചു. എന്നാൽ ആ ഉത്തരവ് നടപ്പാക്കാൻ വീനയുടെ സൈനിക അധികാരത്തിലുണ്ടായിരുന്ന ജർമ്മൻ ക്യാപ്റ്റനായിരുന്ന ജെർഹാർഡ് ക്ലിൻകിച്ച് തയ്യാറായില്ല. അങ്ങനെ ചർച്ച് സർവൈവ് ചെയ്തു. എങ്കിലും സമീപ പ്രദേശങ്ങളെ തീപിടുത്തങ്ങളെ തുടർന്ന് ചെറിയ കേടുപാടുകൾ പള്ളിക്കുണ്ടായി. ഞങ്ങൾ അങ്ങനെ ചർച്ചിന്റെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു. നല്ല ചൂട് കാരണം പുറത്തധികം തിരക്കൊന്നുമില്ല. ഞങ്ങൾ നടത്തം തുടർന്നു. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ നിരവധി കുതിരവണ്ടികൾ നിരത്തിലുണ്ട്. സമ്മർ ആകുമ്പോൾ യൂറോപ്പിൽ സന്ദർശകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയുണ്ടാകും. അങ്ങ് അകലെയായി ഞങ്ങൾക്ക് ഹോഫ്ബർഗ് പാലസ് കാണാൻ കഴിയുന്നുണ്ട്. ഈ യാത്ര സത്യത്തിൽ പാലസിലേക്കല്ല, വിയന്നയിലെ പ്രശസ്തമായ ഒരു ബേക്കറി ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. അവസാനം ഞങ്ങൾ അങ്ങനെ ഡെമൽ കഫേയുടെ മുന്നിലെത്തി. 1786-ൽ പ്രവർത്തനം ആരംഭിച്ച ഈ ബേക്കറി വിയന്നയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സ്ഥാപനമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഡിഷാണ് കൈസർഷ്മാഴൻ. ഈ ഡിഷിന്റെ പ്രാധാന്യമൊക്കെ സന്ദർശകർക്ക് മനസ്സിലാക്കാൻ വേണ്ടി വലിയൊരു ബോർഡിൽ എഴുതി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 250 ഗ്രാമിന് €7.90 വില. ഓസ്ട്രിയൻ ചക്രവർത്തിയായിരുന്ന ഫ്രാൻസ് ജോസഫ് ഒന്നാമന് വേണ്ടിയാണ് ഈ ഡിഷ് ആദ്യമായി തയ്യാറാക്കുന്നത്. മുട്ടയും മൈദാമാവും പഞ്ചസാരയും വെണ്ണയും ഒക്കെ ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. കുക്ക് ചെയ്തതിന് ശേഷം ഷ്രെഡ് ചെയ്ത് അതിന് മുകളിലേക്ക് ഷുഗർ പൗഡർ വിതറിയാണ് ഇത് വിളമ്പുന്നത്. ഇതിൻ്റെ കൂടെ സാധാരണയായി പ്ലം കോമ്പോട്ടോ ആപ്പിൾ സോസോ ഒക്കെയായി കഴിക്കാനായി തരും. കൈസർഷ്മാറിലെ കൈസർ എന്നാൽ രാജാവ് എന്നാണ് അർത്ഥം. ഷെസ്മാർൺ എന്നാൽ ചെറിയ കഷ്ണങ്ങൾ എന്നാണ് മീനിങ്. സത്യത്തിൽ റോയൽ ഷെഫിന് പറ്റിയ ഒരു അബദ്ധത്തിൽ നിന്നാണ് ഈ ഡിഷ് ഉണ്ടാകുന്നത്. ചക്രവർത്തിക്ക് വേണ്ടി പാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഷെഫിന് പറ്റിയ മിസ്റ്റേക്ക് ഒളിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അതിനെ ഷ്രെഡ് ചെയ്ത് മറ്റു ചേരുവകളൊക്കെ ചേർത്ത് നൽകി. എന്നാൽ ചക്രവർത്തിക്ക് അതിൻ്റെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെടുകയും ആ പാൻ കേക്ക് അങ്ങനെ കൈസർഷ്മാഴൻ എന്ന പേരിൽ ഒരു റോയൽ ഡിഷായി മാറുകയുമുണ്ടായി.
ഡെമൽ കഫേയിൽ എപ്പോഴും തിരക്കാണ്. ക്യൂ നിന്നിട്ട് വേണം മിക്കപ്പോഴും ഇതിനുള്ളിലേക്ക് കടക്കാൻ. പാരമ്പര്യം കാത്തു സൂക്ഷിക്കത്തക്ക വിധത്തിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും സ്റ്റാഫിൻ്റെ ഡ്രസ് കോഡും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡെമൽ കഫേയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. വിയന്നയുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ലോകത്തിലെ തന്നെ ഏറ്റവും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. 17 യൂറോ കൊടുത്ത് 24 മണിക്കൂർ വാലിഡിറ്റി ഉള്ള സിറ്റി കാർഡും വാങ്ങിയാണ് ഞങ്ങൾ വിയന്നയിലെത്തിയത്. സിറ്റിയൊക്കെ എളുപ്പത്തിൽ ചുറ്റിക്കാണാൻ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഏറ്റവും നല്ലത്. 98% പങ്ക്ച്വാലിറ്റി റേറ്റുള്ള നെറ്റ്വർക്കാണിത്. 960 മില്യണിലധികം ആൾക്കാരാണ് ഓരോ വർഷവും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് ഈ സിറ്റിയിലൂടെ സഞ്ചരിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിലൂടെ സഞ്ചരിക്കുന്ന ഊബാൻ ഗണത്തിൽപ്പെട്ട ട്രെയിനുകൾ 83 കിലോമീറ്ററിലധികം വരുന്ന നെറ്റ്വർക്കിലൂടെയാണ് ഈ സിറ്റിയിലൂടെ യാത്ര നടത്തുന്നത്. വീക്ക് ഡേയ്സിൽ രാവിലെ 5 മണി മുതൽ രാത്രി 12:30 വരെയാണ് ഇതിവിടെ പ്രവർത്തിക്കുന്നത്. ഫ്രൈഡേയിലും സാറ്റർഡേയിലും 24 മണിക്കൂറും ഇതിൻ്റെ സേവനം നമുക്ക് ലഭിക്കും. എല്ലാ 5 മിനിറ്റിലും ട്രെയിനുകൾ വരുന്നതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് സിറ്റി കാണാൻ ഇത്തരം ട്രെയിനുകളാണ് ഏറ്റവും ഉചിതം. സബ്വേ സ്റ്റേഷന് വെളിയിലെത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഒരുപാട് ട്രാമുകൾ നമുക്ക് കാണാൻ കഴിയും. 28 ഡേ ടൈം ലൈനുകളും നിരവധി നൈറ്റ് ലൈനുകളും ഈ ട്രാം നെറ്റ്വർക്കിലുണ്ട്. സിറ്റിയുടെ കാഴ്ചകൾ കാണാൻ ട്രാമിൽ കയറി പോകുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് സമ്മറിലെ ചൂടിൽ നടന്നു കാണുക എന്നത് അല്പം ആയാസകരമാണ്. പഴയതും പുതിയതുമായ പല ട്രാമുകളും ഇവിടെയുണ്ട്. വീന കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ അൺലിമിറ്റഡായി ഞങ്ങൾക്ക് ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഫ്രീ ആയി ഉപയോഗിക്കാൻ കഴിയും. ട്രാമിൽ കയറി ഞങ്ങൾ പോകുന്നത് ഹോഫ്ബർഗ് പാലസിലേക്കാണ്. സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവസാനം ഇറങ്ങേണ്ട സ്റ്റോപ്പിലെത്തി. റോഡ് മുറിച്ചു കടന്ന് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ആ മതിലിനപ്പുറത്തുള്ളത് വെറും ഒരു പാലസ് അല്ല, ഓസ്ട്രിയൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി കൂടിയാണിത്. ഒരു ദിവസം മാത്രമേ ഞങ്ങൾക്ക് വീനയിൽ ചിലവഴിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ പാലസിനുള്ളിൽ കടന്ന കാഴ്ചകൾ കാണാനൊന്നുമുള്ള സമയം നമുക്കിനിയില്ല. പല മലയാള സിനിമകളും ഈ പാലസിന്റെ മുന്നിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. 2,40,000 സ്ക്വയർ മീറ്ററിലധികമാണ് പാലസ് കോംപ്ലക്സ് കവർ ചെയ്യുന്നത്. 2,600-ലധികം റൂമുകൾ ഈ പാലസിലുണ്ടെന്നുള്ള വസ്തുത എന്നെ ആശ്ചര്യപ്പെടുത്തി. പാലസ് സന്ദർശനമൊക്കെ മതിയാക്കി ഞങ്ങൾ പിന്നീട് പോയത് കൈസർ മുല്ലെൻ സ്റ്റേഷനിലേക്കാണ്. ഓസ്ട്രിയയുടെ ആധുനികതര മുഖമായ DC ടവർ കാണാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ യാത്ര. ട്രെയിൻ സ്റ്റേഷനിൽ നിന്നിറങ്ങി യുണൈറ്റഡ് നേഷന്റെ ബിൽഡിംഗ് ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുകൂടിയാണ് ഞങ്ങൾ DC ടവർ ലക്ഷ്യമാക്കി നടക്കുന്നത്. വീനയിലെ ഏറ്റവും പൊക്കം കൂടിയ ബിൽഡിംഗ് ആണിത്. എക്സ്ട്രാക്ഷൻ 2-ൽ ക്രിസ് ഹെംസ്വർത്തിന്റെ ആക്ഷൻ രംഗങ്ങൾ ഈ ബിൽഡിംഗിൽ വെച്ചാണ് ചിത്രീകരിച്ചത്. ഡോണാം സിറ്റിയിലാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ ഷേപ്പിലുള്ള ടവറിന്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ സിറ്റിയിൽ തിരിച്ചെത്തി. വെയിലിന്റെ കാഠിന്യം കുറഞ്ഞതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല തിരക്കുണ്ട്.
സമ്മർ ടൈമാണ് പ്രധാനമായും സഞ്ചാരികൾ യൂറോപ്പ് സന്ദർശനം നടത്താൻ തിരഞ്ഞെടുക്കുന്നത്. ടൂറിസ്റ്റുകളെ വഹിച്ചുകൊണ്ട് പോകുന്ന കുതിരവണ്ടികൾ ഒരു പതിവ് കാഴ്ചയാണ് ഇവിടെ. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കുകയാണ്. കുടിവെള്ളത്തിനായുള്ള ഫൗണ്ടന് മുന്നിൽ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ബോട്ടിൽ വാട്ടേഴ്സിന് വില കൂടുതലായതിനാൽ സന്ദർശകരിൽ ബഹുഭൂരിപക്ഷവും ബോട്ടിലുകളുമായി ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. നടന്ന് ഞങ്ങളങ്ങനെ ഒരു ചെറിയ ചർച്ചിനടുത്തെത്തി. എന്തായാലും ചർച്ചിനുള്ളിൽ കയറി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുകളയാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ചർച്ചിനുള്ളിൽ കയറാനുള്ള തീരുമാനം എന്തായാലും ഗംഭീരമായി. അത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ. കുറച്ചു സമയം ഇവിടെ ചിലവഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നാളെ രാവിലെ ഞങ്ങൾക്ക് ഈ സിറ്റിയോട് വിട പറയണം. വീനയുടെ കാഴ്ചകൾ 24 മണിക്കൂറിൽ കണ്ടു തീർക്കാനാവില്ല. ഹോട്ടലിലേക്ക് മടങ്ങുന്നതിന് മുമ്പായി ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കഫേ കൂടി സന്ദർശിക്കേണ്ടതുണ്ട്. ഞങ്ങളങ്ങനെ സാഹർ കഫേയിൽ എത്തിച്ചേർന്നു. 1876 ഈ കഫേ പ്രവർത്തനം തുടങ്ങുന്നത്. 7 മണിയാകുമ്പോൾ കഫേ ക്ലോസ് ചെയ്യുമെന്ന് വെയിറ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞു. ക്യൂ ഒക്കെ നിന്ന് ഞങ്ങളങ്ങനെ ടേബിളിലെത്തി. പ്രശസ്തമായ സാഹർ ടോട്ടും ആലം ഡുഡ്ലറുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. വീനയുടെ കൾണറി സിമ്പിളാണ് സാഹർ ടോട്ട്. വളരെ റിച്ചായ ഒരു ചോക്ലേറ്റ് കേക്കാണിത്. ഹോട്ടൽ സാഹറിലും മറ്റ് ചുരുക്കം ചില ഷോപ്പിൽ നിന്നും മാത്രമേ നമുക്കിത് വാങ്ങാൻ കഴിയൂ. ആലം ഡുഡ്ലറിനെ പറ്റി പറഞ്ഞാൽ ഓസ്ട്രിയക്കാർ കൊക്കക്കോളയ്ക്ക് നൽകിയ ഒരു മറുപടിയാണ് ഈ ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. 32 നാച്ചുറൽ ഹെർബ്സിൽ നിന്നാണ് ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ മധുരത്തോടൊപ്പം സ്പൈസസിൻ്റെ ഒരു ടേസ്റ്റ് കൂടി നമുക്കിത് കുടിക്കുമ്പോൾ ഫീൽ ചെയ്യും. ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിലേക്ക് തിരിച്ചു മടങ്ങി. അപ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.